ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു PVC ലെഗിനെ കുറിച്ച്. അത് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് PVC ലെഗില് പക്കാ മോഡുലറായിട്ട് ചെയ്ത ഒരു കിച്ചണാണിത്. അപ്പോൾ ആ PVC ലെഗിന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും. കാരണം ഈ PVC ലെഗില് ഇത്രയും വലിയ ക്യാബിനറ്റ്സും ഇതെല്ലാം ഗ്രാനൈറ്റ് ഉൾപ്പെടെ റെസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോ ഇന്ന് നിങ്ങളെ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ലെഗിൽ കൊടുത്ത ഒരു കിച്ചൺ കാണിക്കാനുമായിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ ഇതാണ് പക്കാ മോഡുലാറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ്. ഇത് സെപ്പറേറ്റ് ഓരോരോ മൊഡ്യൂൾസ് ആണ്. ഇതൊരു മൊഡ്യൂള്, ഇത് വേറൊരു മൊഡ്യൂള്, ഈ സിങ്കിന്റെ ക്യാബിനറ്റ് വേറൊരു മൊഡ്യൂള്, ഇതെല്ലാം സെപ്പറേറ്റ് ഒരു മൊഡ്യൂളാണ്. ഈ ക്യാബിനറ്റ്സിന്റെ അടി നമ്മൾ അവിടെ കാണിച്ച പോലെ PVC ലെഗിലാണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ റെസ്റ്റ് ചെയ്യണേ. ആ PVC ലെഗ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊരു PVC സ്കേറ്റിംഗ് ആണ്. ഇതാണ് നമ്മൾ ബോട്ടം സൈഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് PVC സ്കേറ്റിംഗ് വരുന്നത്. ഇതിന്റെ ബോട്ടം സൈഡിൽ ഒരു ലിപ്പിംഗ് ഉണ്ട്. ഇത് നമ്മൾ ഫ്ലോറിലേക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞ ഉറുമ്പോ ഒരു സാധനവും ഈ സ്കേറ്റിങ്ങിന്റെ അടിയിലേക്ക് പോകില്ല. കാരണം ഇതിന്റെ ബോട്ടത്തിൽ ഇങ്ങനെ ഒരു ലിപ്പിംഗ് ഉള്ളത് കാരണം. അപ്പോ ഇപ്പൊ നമ്മൾ ആ ലെഗ് കാണാതിരിക്കാൻ വേണ്ടി ഈ PVCയുടെ സ്കേറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്ലോർ കഴുകാം, എന്ത് ചെയ്യാം. ഇനിയിപ്പോ ഒരു 10 വർഷത്തിന് ശേഷം ഒരു 5 വർഷത്തിന് ശേഷം ഈ ക്യാബിനറ്റിന്റെ അടി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് മാറ്റിയിട്ട് അടി ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ PVC ലെഗ് ഇവിടെ കോൺക്രീറ്റ് സ്ലാബ് ഇല്ലാതെയാണ് നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ക്യാബിനറ്റിന് PVC ലെഗിന് ഈ ഗ്രാനൈറ്റും ക്യാബിനറ്റും എന്റെ വെയിറ്റും, ഞാൻ 80 കിലോ വെയിറ്റ് ഉള്ളൊരു മനുഷ്യനാണ്, എബോവ് 18 ആണ്. അപ്പോൾ ഞാൻ ഇതിന്റെ മേളിൽ കയറി നിന്ന് കാണിക്കാം. അപ്പൊ PVC ലെഗിന്റെ ചെയ്താൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നും കൂടി തെളിയിക്കാനാണ്. അപ്പോ കണ്ടോ, ഞാനിപ്പോ ഈ ക്യാബിനറ്റിന്റെ മേളിൽ കയറുവാണ്. കണ്ടോ, അതായത് ഒരു ക്യാബിനറ്റില് നമ്മൾ 4 ലെഗ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മൾ കണ്ടോ കയറിയിരിക്കാം, എന്തും ചെയ്യാം. അപ്പോ ഈ PVC ലെഗ് ഒരു ക്യാബിനറ്റിന് 4 എണ്ണവും വലിയ ക്യാബിനറ്റ്സിന് വരുമ്പോൾ 6 എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യാതൊരുവിധ സ്ട്രെങ്തിന് ഒരു കുറവും വരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ഈ വർക്ക് 3 ഡ്രോസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തീരും. അപ്പോ അത് ഞാൻ ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വരുന്ന ഓരോ ആക്സസറീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഇനിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഇത് ചെയ്യുക. എല്ലാത്തിനും നന്ദി.